കൃഷി ചെയ്യാൻ ഭൂമിയില്ലാത്തവന് അരയാണയുടെ അപേക്ഷാ ഭൂമിയിലൂടെ കിട്ടിയ 5 ഏക്കർ പട്ടയഭൂമി. അതാണ് ജീവിച്ചിരിക്കുന്ന പഴമക്കാരുടെ ഓർമ്മയിൽ പട്ടം കോളനി. ട്രെഞ്ചുകളിൽ താമസിച്ച വന്യജീവികളുമായി പടപുരുതേണ്ടി വന്ന ഭക്ഷണത്തിന് പോലും പണമില്ലാതെ ജീവിതം തള്ളി നീക്കിയ കാലത്തിന്റെ ഓർമ്മകളും അവരുടെ ഹൃദയങ്ങളിലുണ്ട്. കാർഷിക മുന്നേറ്റത്തിന്റെ ആ ഓർമ്മയിലേക്ക് ഞങ്ങളൊക്കെ ഇവിടെ വരുന്ന കാലത്ത് എനിക്ക് 4 വയസ്സുള്ളപ്പോഴാണ് ഞാൻ വരുന്നത്. എൻ്റെ പിതാവിന് കിട്ടിയ 5 ഏക്കർ പ്ലോട്ടിൻ്റെ ഇതിലാണ് ഇവിടെ വരുന്നത്. എന്നാൽ വരുന്ന സമയത്ത് മുളകളുടെ തലി അതൊക്കെ പൈതൽ മറയും പുല്ലുമേഞ്ഞ പുഴയുമായിട്ടാണ് കൂടിയത്. അന്നും ഒരു 6 മണിയാകുമ്പോൾ ഇവിടെ ഇരുട്ടാവും. ആ 6 മണി കഴിയുമ്പോഴേക്ക് കറണ്ടൊന്നുമില്ല. 6 മണിയാകുമ്പോഴത്തേക്ക് ഇരുട്ടാവും. വന്യമൃഗങ്ങളുടെ കാഴ്ചയൊക്കെ തുടങ്ങും. അപ്പോഴേക്ക് നമ്മൾ ഏറ്റുമാനമുണ്ട്, വലിയൊരു വേങ്ങമരത്തിൽ ഏറ്റുമാനമുണ്ട്. അതിനടിയിലാണ് നമ്മൾ പകരൊക്കെ കഴിച്ചു ഒരു 6 മണി വരെ. ഇതൊരു കാലഘട്ടത്തെ അടയാളപ്പെടുത്തുന്ന ഓർമ്മയാണ്. ഭാഷാ അടിസ്ഥാനത്തിലുള്ള സംസ്ഥാന രൂപവൽക്കരണ സമയത്ത് ഹൈറേഞ്ചിനെ കേരളത്തിനൊപ്പം ചേർത്ത് നിർത്തുന്നതിൽ നിർണായക പങ്ക് വഹിച്ചത് പട്ടം കോളനിയാണ്. പക്ഷേ കുടിയിരുത്തപ്പെട്ട ജനവിഭാഗം ഇവിടെ നേരിട്ടത് കനത്ത വെല്ലുവിളികളാണ്. പൂർണ്ണമായും പുല്ലുമേടുകൾ നിറഞ്ഞ പ്രദേശം, കാട്ടാനയുടെയും മറ്റ് വന്യമൃഗങ്ങളുടെയും ശല്യം അതിരൂക്ഷം. വന്യമൃഗങ്ങളെ തുരത്തുവാൻ ഉറക്കമളച്ചിരുന്ന ദിവസങ്ങൾ തള്ളി നീക്കിയ കാലം. അന്നത്തെ കൃഷിക്കും കൃഷിരീതിക്കും വരെ പ്രത്യേകതകൾ ഉണ്ടായിരുന്നു. കൂട്ടുകൃഷിക്കൊപ്പം വന്യമൃഗങ്ങളിൽ നിന്നും രക്ഷ നേടുവാൻ ഏറുമാടങ്ങളായിരുന്നു ആശ്രയം. പിന്നെ പ്രായമായ ആളുകളെല്ലാം കൂടി വലിയ ആഴി കൂട്ടി, അതിനൊക്കെ തന്നെ കുറെ ആളുകൾ കൂടാവുന്ന എത്ര ആളുകൾ കൂടി ആഴി കൂട്ടി അതിനെ ചുറ്റിയിരുന്ന് പാട്ടയൊക്കെ അടിച്ച് ശബ്ദമൊക്കെ ഉണ്ടാക്കി മൃഗങ്ങളെയൊക്കെ അകത്ത് വെച്ചൊക്കെ കഴിഞ്ഞു പോയ ഒരു കാലഘട്ടം. അന്ന് ഒരു ജാതി വർഗീയ ചിന്താഗതികളൊന്നുമില്ല. അതെ, 70 വർഷം പിന്നിടുമ്പോൾ പട്ടം കോളനി ഏറെ വളർന്നിട്ടുണ്ട്. ഏറുമാടങ്ങളുടെ സ്ഥാനത്ത് മികച്ച ജീവിത സാഹചര്യങ്ങൾ ഒരുങ്ങി. ആനയെയും കടുവയെയും പുലിയെയും കാട്ടുപോത്തുമൊക്കെ വിടവാങ്ങിയെങ്കിലും വന്യമൃഗശല്യം ഇന്നും പട്ടം കോളനിയിലെ കർഷകരെ പ്രതിസന്ധിയിൽ ആക്കുന്നുണ്ട്. പക്ഷേ തോറ്റു പിന്മാറുവാൻ പട്ടം കോളനിക്കാർ തയ്യാറല്ല. അതിന് കാരണം തങ്ങളുടെ മുന്നോട്ടുള്ള കാൽവയ്പ്പുകൾക്ക് ബലം പകരുന്നത് മുൻ തലമുറയുടെ പോരാട്ട വീര്യം തന്നെയാണ്. അനീഷ് പി എ, ഇടുക്കി വിഷൻ ന്യൂസ്.